നമസ്കാരം ചേച്ചി. അപ്പോ നമ്മളെല്ലാവരും നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ സൂപ്പർ ഒരു അമ്മയാണ്. അയ്യോ, എല്ലാം കൊണ്ടും അത് നമ്മൾ മാത്രമല്ലല്ലോ പറയുന്നത്. അല്ല ആന്റി, ഞാൻ എപ്പോഴും പറയാറുള്ളത് എന്റെ ഒരു എനർജി ഒന്നുമല്ല ആന്റിന്റെ എനർജി വെച്ച് നോക്കുമ്പോ ഭയങ്കര നമ്മളല്ലേ വൺ ലൈനേഴ്സ് സൂപ്പറാണ്. ആന്റി അങ്ങനെ നിന്നില്ലെങ്കില് ആ കാലത്ത് പിള്ളേരിങ്ങനെ ഒരു ഡിപ്രഷനായി പോയേര്. അവിടെ അവന്മാരെ ഒന്ന് കുലുക്കി എടുക്കട്ടെ. പ്രത്യേകിച്ച് ആൺമക്കളെ വളർത്തിയ ഒരു അമ്മ എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഇപ്പൊ 2 പെൺകുട്ടികളും വീട്ടില് വന്നിട്ടുണ്ട്. അതെ, അവര് വരെ ഭയങ്കര കുട്ടികളെക്കാട്ടി കഷ്ടമാണ് 2-3 കൊച്ചുമക്കളുള്ളത്. ആ കൊള്ളാം. അവരുടെയൊക്കെ ഒരു അഭിപ്രായങ്ങളും അധികാരങ്ങളും ആജ്ഞാപനങ്ങളും ഒക്കെയാണ് മിക്കവാറും ഞാനിപ്പോ അനുസരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഏറ്റവും ഇഷ്ടമുള്ളത് സൂപ്പർ അമ്മയായിട്ടിരിക്കാനാണോ, അമ്മമ്മയായിട്ടിരിക്കാനാണോ, അമ്മായിയമ്മയായിട്ടിരിക്കാനാണോ? അല്ല, അമ്മുമ്മ ഒരു വലിയ സീരിയസ് ആയിട്ടൊന്നുമില്ല, നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. അതെ അതെ. പക്ഷെ എന്റെ മക്കളുടെ മക്കളുടെ അമ്മയായിട്ടിരിക്കാനാണ് ഇഷ്ടം. ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ, എന്താ പറയാ, മക്കളെ വലിയ പാടാണെന്നൊരു എക്സ്പ്രഷൻ ഇട്ടല്ലോ. അതെന്താ, ഇവർ രണ്ടുപേരും ഭയങ്കര കുറുമ്പന്മാരായിരുന്നോ കുഞ്ഞിലെ? സുവട്ടം പോയപ്പോ രാജു 15ഉം ഇന്ദ്രൻ 18ഉം. അപ്പൊ എനിക്കൊരു ചെറിയ ഭയം ഉണ്ടായിരുന്നു. അതും പ്രത്യേകിച്ച് ആൺകുട്ടികള്. ഈ പറഞ്ഞതുപോലെ ദൈവമേ, സുവട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം പിള്ളേരെ മിടുക്കരാക്കി കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു. അതൊരു പരിധി വരെ അല്ല, മുഴുവനായിട്ട് സാധിച്ചെടുത്തു. അതാണ് ഈശ്വരത ഏറ്റവും വലിയ അനുഗ്രഹം. അതെ. എന്നാലും ഇതിൽ ആരായിരുന്നു കുരുത്തം കെട്ട സ്വഭാവം ഉള്ളത്, എപ്പോഴും കുറുമ്പ് കാണിക്കുന്ന ആരായിരുന്നു? എനിക്ക് തോന്നുന്നു ഇന്ദ്രൻ. പൃഥ്വിയോ? അയ്യോ പാവ ഇന്ദ്രൻ. എന്തിനാ അമ്മ അവരെ വഴക്ക് പറയുന്നതൊക്കെ ചോദിക്കുന്നതാണ്. പൃഥ്വി കൊള്ളാം. എന്തോ അമ്മ എന്റെ ട്രാക്ടർ എടുത്തോണ്ട് പോയി ചെറിയ കാര്യങ്ങൾക്ക് അടി ഉണ്ടാക്കും. അടിയല്ല, എല്ലാം അവന് വാങ്ങിച്ചതൊക്കെ അവന്, ചേട്ടന് വാങ്ങിച്ചതൊക്കെ ചേട്ടന്. പക്ഷെ എനിക്ക് തോന്നുന്നു 2 പേരും ഹീറോ മാത്രമല്ലാതെ ടെക്നിക്കലിയും ഭയങ്കര ഒരു ഇതാണ്. പാട്ടും പാടും ഡാൻസും ചെയ്യും 2 പേരും. എല്ലാ ലാംഗ്വേജസ് വരെ അറിയാം അവർക്ക്. അത്ര എല്ലാം ഭയങ്കര. അതെന്താ വെച്ചാൽ സൈനിക സ്കൂളില് ഒരു ദിവസം ഹിന്ദി സംസാരിക്കണം, ഒരു ദിവസം ഇംഗ്ലീഷ്, ഒരു ദിവസം മലയാളം. അന്നത്തെ മോർണിംഗ് പേപ്പറിൽ വായിച്ച ന്യൂസുകള് പ്രിൻസിപ്പൽ പറയുന്ന ഭാഷയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു റൂളുണ്ട്. അത് നന്നായി, നല്ലൊരു. അയ്യോ, ഞാൻ പറഞ്ഞത് ആൺകുട്ടികളൊക്കെ അവിടെ പഠിപ്പിക്കണം, ട്രെയിനിങ്. പൃഥ്വിരാജിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ എന്തോ പഠിക്കാൻ പോയിട്ട് പിന്നെ വേണ്ടാന്നൊരു തീരുമാനം. തിരിച്ചു വന്നു. ഓറിയന്റേഷൻ കോഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു 9 മാസം. അപ്പോഴാണ് ഇദ്ദേഹത്തിന് ഞാൻ തിരുവനന്തപുരത്തുള്ളപ്പോ സിദ്ദിഖും രഞ്ജിത്തും എല്ലാം കൂടെ വിളിച്ചു പറഞ്ഞ നന്ദനം അഭിനയിക്കാൻ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, പോലെ എന്താ നിന്റെ പരിപാടി? സപ്പോസ് നന്ദനം കയറി നല്ല പടമായി, അപ്പോൾ അടുത്ത പടം വരും. അത് എന്ത് ചെയ്യും? എനിക്ക് സിനിമ അഭിനയിക്കാൻ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, എന്താ ഇവിടെ ഇതുവരെ സാരമില്ല, അപ്പൊ സഹിച്ചു. പക്ഷേ ഈ ഒരു സപ്പോർട്ട് കാരണമാണ് ഇന്ന് നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്ന നമ്മുടെ സ്വന്തം രാജുവേട്ടനെ നമുക്ക് ഇങ്ങനെ കിട്ടിയത്. സൂപ്പർ അമ്മയും മകളും.